നമസ്കാരം. കേരളത്തിലെ ആദിവാസി സമുദായങ്ങളെപ്പറ്റിയുള്ള ചരിത്രമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിലൊരു ഭാഗമാണ് കാണിക്കാർ. കേരളത്തിലെ വനപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ ഗിരിജന വിഭാഗമാണ് കാണിക്കാർ. തെക്കൻ കേരളത്തിലെ വനപ്രദേശങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്നവരാണ് ഇവർ. കാണിക്കാർ താമസിക്കുന്ന കോളനികൾക്ക് ഒരു പ്രത്യേക പേരുണ്ട്, കാണി. തിരുവനന്തപുരം വനം ഡിവിഷനിലെ പരുത്തിപ്പള്ളി, കുളത്തൂപ്പുഴ, പാലോട് റേഞ്ചുകളിലെ കോട്ടൂർ, ക്ലാമല, പാലോട് റിസർവ് വനങ്ങളിലാണ് കാണിക്കാരിൽ അധികം പേരും താമസിക്കുന്നത്. കുറച്ചുപേർ കൊല്ലം ജില്ലയിലെ ഏരൂർ റിസർവ് വനത്തിലുമുണ്ട്. 1981 ജനസംഖ്യാ കണക്കനുസരിച്ച് കേരളത്തിലാകെ 14,000 കാണിക്കാരാണ് ഉള്ളത്. ഇക്കൂട്ടരിലെ പുരുഷന്മാരെ കാണിക്കാരൻ എന്നും സ്ത്രീകളെ കാണിക്കാരി എന്നും വിളിക്കുന്നു. ഒരു കാലത്ത് മല അരയന്മാരായി അറിയപ്പെട്ടിരുന്ന തലമുറകളാണ് പിന്നീട് കാണിക്കാരായതെന്ന് ഒരു വാദഗതി നിലവിലുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ സ്ഥിരമായി ഒരിടത്തും താമസിക്കാത്തവരായിരുന്നു കാണിക്കാർ. ആർക്കും എളുപ്പം വന്നെത്താനാവാത്ത കാടുകളിൽ മാറി മാറി ഇവർ താമസിച്ചു പോന്നു. മുള ഉപയോഗിച്ച് കുടിൽ പണിയുവാൻ ബഹുമിടുക്കരാണ് കാണിക്കാർ. തൊഴിലിനായി നാട്ടിൻപുറങ്ങളിൽ താമസിക്കുന്നവരൊഴികെയുള്ള മിക്കവരും വനങ്ങൾക്കുള്ളിലെ ഗിരിജന സെറ്റിൽമെൻറ്റുകളിലാണ് ഇന്ന് താമസിക്കുന്നത്. ഇത് കാണിക്കാരെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം. കണ്ണൂർ ജില്ലയിലെ മലവേട്ടുവരെ ആണ് കണ്ടുവരുന്നത്. കണ്ണൂർ ജില്ലയിലാണ് മലവേട്ടുവരെ കണ്ടുവരുന്നത്. ധാരാളം തുളു വാക്കുകളുള്ള പ്രാകൃത മലയാളമാണ് മലവേട്ടുവരുടെ ഭാഷ. ഊരാളികളുടെ തനത് കലാരൂപമാണ് കുറത്തി നാടകം. പല കഥകൾ കൂട്ടിക്കെട്ടി അവതരിപ്പിക്കുന്ന രീതിയാണ് കുറത്തി നാടകത്തിനുള്ളത്. മലക്കുറവർ പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മലക്കുറവരെ കാണാം. പമ്പാ നദിയുടെ തീരങ്ങളിലും നെടുമങ്ങാട്ടുള്ള കാടുകളിലും ഇവർ ഉണ്ട്. തമിഴും മലയാളവും കലർന്നതാണ് മലക്കുറവരുടെ ഭാഷ. ഇത് മറ്റൊരു ഭാഗം ആദിവാസികളാണ്. ഊരാളികൾ എറണാകുളം, ഇടുക്കി, കൊല്ലം എന്നീ ജില്ലകളിൽ കാണുന്ന ആദിവാസി വർഗമാണ് ഊരാളികൾ. മാവിലാന്മാർ കാസർഗോഡ് ജില്ലയിലാണ് മാവിലാന്മാരുടെ താമസം. തുളുവാണ് ഇവരുടെ പ്രധാന ഭാഷ. പ്രാകൃത മലയാളം സംസാരിക്കുന്നവരാണ് മിക്കവരും. ആദിവാസികളിൽ ഓരോ ഭാഗത്തിനും ഓരോ വർഗത്തലവനുണ്ടായിരിക്കും, അതായത് ഗോത്രത്തലവൻ. പ്രാകൃതമായ ഔഷധപ്രയോഗങ്ങളെക്കുറിച്ച് പല ആദിവാസി വിഭാഗങ്ങൾക്കും അറിവുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആദിവാസികളുടെയും ഗിരിവർഗക്കാരുടെയും ആവാസ കേന്ദ്ര